വിചിത്ര സിൽക്ക് സാരീസ്. അപ്പോൾ ഇതിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ഷെയ്ഡ്സാണ് നമ്മളിന്ന് കൊണ്ടുവന്നേക്കുന്നത്. ഞാൻ ഫസ്റ്റ് വെയർ ചെയ്തേക്കുന്ന ഒരു മസ്റ്റർഡ് യെല്ലോ ആട്ടോ. അതിൻ്റെ കോമ്പിനേഷൻ വരുന്ന ബോർഡറിൽ സെറീൻ്റെ ഒരു ലുക്കാണ് കൊണ്ടുവന്നേക്കുന്നത്. അത് മിഷൻ എംബ്രോയിഡറിൽ കേട്ടോ ചെയ്തേക്കുന്നത്. ഫ്ലോറിൻ്റെ ഒരു ലുക്കിലാണ് ആ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത്. ബ്ലൗസ് പീസും റണ്ണിങ്ങിൽ തന്നെ വന്നേക്കുന്ന ബ്ലൗസ് പീസാണ്. അതിൽ ബോർഡർ ഡീറ്റെയിലിങ്ങോട് കൂടി വന്നിട്ടുന്ന ബ്ലൗസ് പീസ്. ഞാൻ ഫസ്റ്റ് വെയർ ചെയ്തേക്കുന്നത് ഈ ഒരു സാരിയാണ്. ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു മെറൂൺ ആട്ടോ. എല്ലാം ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സിലാണ് വന്നേക്കുന്നത്. നമുക്കിപ്പോൾ നവരാത്രിക്കൊക്കെ പറ്റുന്ന ഒരു ലുക്കാട്ടോ. ഇപ്പോൾ ഒരു കോളേജ് ഫംഗ്ഷനൊക്കെ ഫ്രണ്ട്സിന് ഇങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സിൽ സെയിം പാറ്റേണിലുള്ള സാരീസൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആട്ടോ. അതുപോലെ ഫംഗ്ഷന് മാത്രമല്ല, നമുക്കൊരു വെഡ്ഡിങ്ങിനൊക്കെ പറ്റുന്ന സാരിയും കൂടിയാണ്. ഇതിൻ്റെ സെയിം ഷെയ്ഡിലാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് എല്ലാം വരുന്നത്. നമുക്ക് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ട് ഇതിൻ്റെ ലൈറ്റ് ഷെയ്ഡ്സോ അല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെ ലൈറ്റ് ഷെയ്ഡിൽ വരുമ്പോഴത്തേനും നമുക്ക് ബ്ലാക്ക് പെയർ ചെയ്യാൻ പറ്റും. ബ്ലാക്ക് എല്ലാത്തിൻ്റെയും കൂടെ പെയർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു മെറൂൺ ഷെയ്ഡ്. ഇതാട്ടോ സെക്കൻഡ് ലുക്ക് വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് പീസ് സെയിം ഷെയ്ഡിൽ തന്നെ വന്നേക്കുന്ന ബ്ലൗസ് പീസ് വിത്ത് ബോർഡർ ഡീറ്റെയിലിങ്ങോട് കൂടി വന്നേക്കുന്ന ബ്ലൗസ് പീസാണ്. ഇതാണ് ബോർഡറിൽ വരുന്നത്. നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു വൈറ്റ് ഷെയ്ഡ്. വൈറ്റ് ഷെയ്ഡ്സിൻ്റെ കൂടെ നമുക്കിപ്പോൾ ഒരു ഫ്ലോറൽ ലുക്കിലൊക്കെ വരുന്ന ബ്ലൗസ് പീസൊക്കെ പെയർ ചെയ്യുമ്പോഴത്തേനും ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അതിൻ്റെ കൂടെ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് കൂടെ വരുമ്പോൾ നമുക്ക് ക്യാരി ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഇപ്പം സിംഗിൾ പ്ലീറ്റ്സ് ഇടുവാണെങ്കിലും അല്ല പ്ലീറ്റ്സ് എടുത്ത് വെയർ ചെയ്യുകയാണെങ്കിലും ഒക്കെ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയും കൂടിയാണ്, മെറ്റീരിയലും കൂടിയാണ്, ഫിഗറായിട്ട് ഉടുക്കാൻ പറ്റുന്ന ഒരു സാരിയും കൂടിയാണ് കേട്ടോ. ഇതാണ് തേർഡ് ലുക്ക് വന്നേക്കുന്നത്, വൈറ്റ് ഷെയ്ഡ്. എല്ലാത്തിലും ആ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് സെയിം ആട്ടോ വരുന്നത്. നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു പീക്കോ ഗ്രീൻ ഷെയ്ഡ്. എല്ലാം നല്ല ഷെയ്ഡ്സാണ്. കൺഫ്യൂസ്ഡ് ആവും ഏതാ സെലക്ട് ചെയ്യാമെന്ന്. എല്ലാത്തിൻ്റെയും പിക്ചേഴ്സ് നമ്മൾ വെബ്സൈറ്റിൽ അവൈലബിൾ ആക്കുന്നതായിരിക്കും, ഉടുത്തിട്ടുള്ള പിക്ചേഴ്സ്. നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ഗ്രേ ഷെയ്ഡ്. ഇതിൻ്റെ കൂടെയും എനിക്ക് തോന്നുന്നു ഫ്ലോറൽ ടൈപ്സ് ബ്ലൗസ് നമുക്ക് പെയർ ചെയ്യാൻ പറ്റും കേട്ടോ. ഗ്രേയിൻ്റെ ലുക്ക്. ദെൻ ബ്ലാക്ക്. ഇതാട്ടോ ബ്ലാക്കിൻ്റെ ലുക്ക് വരുന്നത്. ഡാർക്കായിട്ട് വന്നേക്കുന്ന ഒരു ബ്ലാക്ക് ആട്ടോ. ഒരു ഗോൾഡൻ ബോർഡർ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഗോൾഡിൻ്റെ ബ്ലൗസൊക്കെ ഉണ്ടെങ്കിൽ ഒരു സാരിയുടെ കൂടെ പെയർ ചെയ്യാം. നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡ്, ബോട്ടിൽ ഗ്രീനിൻ്റെയൊക്കെ ഒരു സെയിം ഷെയ്ഡാട്ടോ. എല്ലാം നല്ല ഷെയ്ഡ്സാണ്. ശരിക്കും ഇത് ഷെയ്ഡ്സ് മാത്രമേ ഞാൻ കാണിച്ചു പോകുന്നുള്ളൂ. അതിനകത്ത് വരുന്ന ഡീറ്റെയിലിംഗ് ഒക്കെ സെയിം ആട്ടോ. നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ബ്ലൂ, പീകോക്ക് ബ്ലൂവിൻ്റെ സിമിലർ ലുക്കിലാണ് വന്നേക്കുന്നത്. നേവി ബ്ലൂവിലാണ് വന്നേക്കുന്നത്. ദെൻ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് പർപ്പിൾ. ഒരു വൈറ്റും യെല്ലോയും മാത്രമേ ലൈറ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ഡാർക്ക് ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത്. പർപ്പിൾ. RP
4887 എന്ന 2 കോഡ്സിലാണ് ഈ സാരീസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. 1499 ആണ് പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത്. ചെക്ക് ഇറ്റ് ഔട്ട്. വൈറ്റ് ലവേഴ്സിന് ചേർച്ച് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനാണെങ്കിലും ഒക്കെ നമുക്ക് ഭയങ്കര ഒരു ട്രഡീഷണൽ ഫീലാണ് അതിനകത്ത് ഫുള്ള് വന്നിരിക്കുന്നത്. നമ്മൾ ട്രഡീഷണൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ ആ ഒരു സെറിയും അങ്ങനത്തെ കളേഴ്സ് അല്ല, അങ്ങനത്തെ ഒരു ലുക്കല്ല. പക്ഷെ ക്രോസ് സ്റ്റിച്ച് ഓൾസോ സംതിങ് വെരി ട്രഡീഷണൽ ഫോർ അസ്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ലുക്കിൽ ഭയങ്കര രസമുള്ള കളേഴ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാം വൈറ്റ്സിൻ്റെ അകത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സാണ് കേട്ടോ എല്ലാം. പിന്നെ ഇതാ നോക്കി, എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. അപ്പോൾ ഫസ്റ്റ് ലുക്കിൻ്റെ അകത്ത് 1599 ആണ്. ഇത് മിക്കവാറും 1399 ആയിരിക്കും. ഞാൻ സാരിയുടെ ടെക്സ്ചർ കണ്ട് ഒട്ടും തന്നെ പേടിക്കേണ്ട, നമുക്കിഷ്ടമുള്ള ലെവലിലോട്ട് ഇതിൻ്റെ സ്റ്റാർച്ച് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കോട്ടനാണ്, നല്ല പ്യുവർ കോട്ടൻ്റെ അകത്താണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഫുള്ളായിട്ട് ഈ ഒരു എംബ്രോയിഡറിയും കൂടെ വന്നിട്ടുണ്ട്. ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ പണ്ട് ഈ ഒരു സാരി ഉണ്ടായിരുന്നിരിക്കും. ഇനിയും നമുക്കത് വൈറ്റ്സ് ആയതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒന്ന് ഡള്ളായിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് വൺ ബ്യൂട്ടിഫുൾ ഓപ്ഷൻ. നമുക്ക് പിന്നെയും എടുക്കാം കേട്ടോ. നല്ല ഭംഗിയുള്ള സാരീസാണ്. അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് സോളിഡ് കോട്ടൺ ബ്ലൗസാണ്. സാരിയുടെ ടെക്സ്ചറിൻ്റെ അകത്ത് ആക്ച്വലി സെൽഫ് വീവിങ്ങിൽ ഒരു ചെക്ക് പാറ്റേണും കൂടെ വന്നിട്ടുണ്ട്. ആൻഡ് പിന്നെ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറിയാണ് ഫുള്ളായിട്ട് വന്നിരിക്കുന്നത്. അതാണ് അതിൻ്റെ ആ ഒരു ലുക്ക് വരുന്നത്. ആൻഡ് അപ്പർ പോർഷനിൽ ഫുള്ളായിട്ട് ഈ ഒരു എംബ്രോയിഡറി ഡീറ്റെയിലിങ് എഡ്ജ് ടു എഡ്ജ് വരുന്നുണ്ട്. ലോവറിലോട്ട് പോകുമ്പോഴത്തേക്ക് മുട്ടിന് താഴോട്ടുള്ള പോർഷനിലാണ് പ്ലീറ്റ്സിൻ്റെ അവിടെ എംബ്രോയിഡറി വന്നിരിക്കുന്നത്. അതാണ് അതിൻ്റെ നെക്സ്റ്റ് ലാവൻഡർ. ലാവൻഡറിനകത്തും ഭംഗിയൊരു പ്ലസൻ്റ് ആയിട്ടുള്ള ലാവൻഡർ ഷെയ്ഡാണ്. ഒരു ടോൺസ് വരുന്നുണ്ട്. ലാവൻഡറും ലൈലാക്കുമായിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണല്ലോ വന്നിരിക്കുന്നത്. പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കാണ്. അതാണ് അതിൻ്റെ സെക്കൻഡ് ഷെയ്ഡ്. പിന്നെ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ മുന്നേ ഒരു സ്കൈ ബ്ലൂവിൻ്റെ ടോൺ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ചും കൂടി ഒരു വേറൊരു ടോണാണ്. എന്നത്തെ ഷെയ്ഡ് ഓഫ് ബ്ലൂ ആണ് കേട്ടോ. കുറച്ചും കൂടി ഒരു ബ്രൈറ്റർ ടീൽ അങ്ങനത്തെ ഉള്ള ഒരു ടോൺ ചേർന്നിട്ടുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ്. രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിൻ്റെ അകത്ത്. ആൻഡ് പിന്നെ വന്നിരിക്കുന്നത് പീച്ചാണ് നമുക്കിനി വരുന്നത്. നമുക്ക് ഈ ഷെയ്ഡ്സ് ഒക്കെ നമുക്ക് എന്താ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് വേണമെന്നുണ്ടെങ്കിലും പെയർ ചെയ്യാതെ ഇഷ്ടം. അപ്പോൾ 2x2 ഒക്കെ ബ്ലൗസസ് ആണെങ്കിലും സിമ്പിളായിട്ട് എൻ്റെ കൂടെ ചേരും. അത് ഭയങ്കര പ്ലസൻ്റ് ആയതുകൊണ്ട് തന്നെ അതാണ് എൻ്റെ ലുക്ക്. എല്ലാം കോട്ടൺ ബ്ലൗസസ് തന്നെയാണ് അതിനകത്ത്. സോളിഡാണ്. ഇതിനകത്ത് സെൽഫ് ചെക്ക് വരുന്നില്ല. പ്ലെയിൻ വീവിങ് സ്റ്റൈലിൽ വന്നിട്ടുള്ള ബ്ലൗസ് അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കും. അങ്ങനത്തെ ലുക്ക്. ആൻഡ് ദെൻ അടുത്തത് എൻ്റെ ബ്ലൗസിൻ്റെ കൂടെ ചേരും കേട്ടോ. ഞാനത് ജസ്റ്റ് വെച്ച് കാണിക്കാം. കറക്റ്റായിട്ട് മാച്ചാം എൻ്റെ ബ്ലൗസിൻ്റെ കൂടെ. നല്ല നല്ല പിങ്കായിട്ട് ആ ഒരു കളറൊക്കെ എക്സാക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് സംഭവം. ഈ ബ്ലൗസ് എനിക്ക് അങ്ങനെ എപ്പോഴും വരാറുണ്ട് കേട്ടോ, ഒരുപാട് സാരീസിൻ്റെ കൂടെ. അതിൻ്റെ ലുക്ക്. ആൻഡ് ദെൻ വി ഹാവ്, ഇത് നമ്മൾ BM കോഡിലും കൂടി അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്ന ബ്ലൗസാണ്. നെക്സ്റ്റ് ഇസ് എ ഡിഫറെൻറ്റ് ലുക്ക്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കണ്ടിന്യൂസ് ആയിട്ടുള്ള വർക്ക് അല്ല, കുറച്ചും കൂടി ഒന്ന് ലൈറ്ററായിട്ടാണ് അതിൻ്റെ വർക്ക് വന്നിരിക്കുന്നത്. ആൻഡ് ബോർഡർ ത്രൂ ഔട്ട് വർക്ക് വരുന്നുണ്ടെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടില്ല. ബോഡിയിലും സ്കാറ്റർ വരുന്നുണ്ട്. ഇത് 1399. അപ്പോൾ വർക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ്. ക്രോസ് സ്റ്റിച്ച് പാറ്റേണും ഈ ഒരു ഫ്ലോറലിൻ്റെയും കൂടെ ആയിട്ടുള്ള കോമ്പിനേഷനിലാണ് ഇത് വന്നിരിക്കുന്നത്. അതാണ് അതിൻ്റെ ലുക്ക്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗ്രേ ആയിരുന്നു ഫ്ലോറൽസിൻ്റെ കളർ. ഇത് കുറച്ചൊരു ബ്രൗൺ ഷെയ്ഡിൽ വന്നിരിക്കുന്നത്. ഓ ദിസ് ഇസ് നൈസ്. ഒരു ഫ്രഷ് ഫീൽ ഉണ്ട് ആ ഒരു കളറിന് കേട്ടോ, ബ്രൗൺ ഷെയ്ഡിൻ്റെ അകത്ത്. ദിസ് ഇസ് ദി ലുക്ക്. പിന്നെ വന്നിരിക്കുന്നത് ഒരു ബേൺഡ് പീച്ചിൻ്റെ അങ്ങനത്തെ ഉള്ളൊരു കോമ്പിനേഷൻ കൂടെ അതിനകത്ത് വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ലുക്ക് വരുന്നത്. കുറച്ചൊരു ബേൺഡ് പീച്ച് ഷെയ്ഡിൽ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇസ് എൻ്റെ ബ്ലൗസിന് ചേരുന്ന കോമ്പിനേഷൻ, ദാറ്റ് ഇസ് പിങ്ക്. ദിസ് ഇസ് ദി നെക്സ്റ്റ് ലുക്ക്. അപ്പോൾ ഇതെല്ലാം സ്റ്റാർച്ച് ലെവൽ പ്രത്യേകം നോക്കിക്കോളുക. നമ്മളുടെ ഒരു കംഫർട്ട് ലെവലാണ്. ഫസ്റ്റ് ടൈം കോട്ടൺ സാരീസ് പലതും നമ്മൾ വെയർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അത് തന്നെ ഇതിനകത്ത് വന്നിട്ടുള്ളൂ. പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള ഭയങ്കര രസമുള്ള സാരീസ്. അപ്പോൾ ചെക്കൗട്ട് www.aham.store SUFൻ്റെ കോഡ്സിലാണത് അവൈലബിൾ ആക്കുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് കോട്ടൺ സാരീസ് വരുന്നുണ്ട്. ഒരുപാട് ലുക്സിൽ പേസ്റ്റൽസിൻ്റെ അകത്തും ഡാർക്ക് ഷെയ്ഡ്സിൻ്റെ അകത്തും ഒക്കെ ആയിട്ടുള്ള കോമ്പിനേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. ചെക്ക് ഇറ്റ് ഔട്ട്.
ബനാറസി സ്റ്റൈലിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഉടുത്തിരിക്കുന്നത് ഒരു സിൽവർ ഷെയ്ഡ് ആണെങ്കിലും ഇതിനകത്ത് കുറച്ച് ഗോൾഡൻ ടോണിൽ വന്നിട്ടുള്ള ലുക്സും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ബ്രൈറ്റ് ആൻഡ് ലൈവ്ലി ഷെയ്ഡ്സ് ആണ്, ഭയങ്കര ഒരു ഫെസ്റ്റീവ് മോഡിൽ. ഇപ്പം നവരാത്രിയൊക്കെ വരുമ്പോഴത്തേക്കാണെങ്കിലും ഉടുക്കാൻ നല്ല സാരീസ്. ഇതൊക്കെ റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം കേട്ടോ. ഞാൻ ഉടുത്തിരിക്കുന്നത് സിൽവർ ബനാറസി സ്റ്റൈലിലാണ്, ഫുൾ ബ്രൊക്കേറ്റ് പാറ്റേണിൻ്റെ അകത്താണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിനകത്തൊരു ബോർഡർ കാറ്റഗറി ആയിട്ട് അങ്ങനെയൊന്നും വരുന്നില്ല. പല്ലുവും ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഉടുക്കാനുള്ള പ്ലീറ്റ്സും ആ ഒരു ഈസ് ഉണ്ടല്ലോ, നല്ലതാണ്. നല്ല പ്ലീറ്റ്സ് കിട്ടുകയും ചെയ്യും. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഉടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ പ്ലീറ്റ്സ് നന്നായിട്ട് തന്നെ വരും. ഒരു മീഡിയം വെയ്റ്റിൽ വരുന്ന സാരീസാണ്. അപ്പോൾ നമുക്കിനി ഓരോന്നായിട്ട് കാണാം. SA165 എന്നുള്ള കോഡിൽ തന്നെ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇതൊരു ഡബിൾ ഷെയ്ഡാണ്, നേവിയുടെയും റെഡിൻ്റെ ആയിട്ടുള്ള ഒരു ഡബിൾ ഷെയ്ഡിലാണ് വരുന്നത്. ആൻഡ് ഇതാണ് അതിൻ്റെ ഫുൾ ലുക്ക്. നല്ല രസമുള്ള ഒരു ഡബിൾ ഷെയ്ഡാണ്. ആൻഡ് ഇത് നല്ല ബ്രൈറ്റായിട്ട് നിൽക്കുന്ന ഒരു ഗോൾഡൻ ടോണിലാണ് വരുന്നത്. ഒരു ആൻറ്റീക്ക് ഫീല് വരുന്ന സെറിയാണ് കേട്ടോ. അപ്പോൾ ഇതും ഉടുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഒരു ഭംഗി ശരിക്കും അറിയാൻ പറ്റില്ല. നമ്മളതൊന്ന് ഉടുത്ത് നോക്കണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിലും ചില സാരീസ് ഉണ്ടല്ലോ, ഞാൻ ഇതിൻ്റെ മാത്രമല്ല പറയുന്നത്, ഒരുപാട് സാരീസ് ബേസിക്കലി നമ്മളത് അങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ നമുക്കത് അങ്ങനെ കൊള്ളാമോ എന്നൊരു ഡൗട്ട് വരും. പക്ഷെ അത് ഉടുത്ത് കഴിയുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് നമ്മളൊന്ന് ഡ്രേപ്പ് ചെയ്ത് ട്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇഫ് യു സംവാട്ട് ലൈക്ക് എ സാരി ഓർ ദ ഷെയ്ഡ്, ആക്ച്വലി യു ഷുഡ് ട്രൈ ഡ്രേപ്പിംഗ് ഇറ്റ്. നമുക്ക് ഫേസിന് ചേരുന്ന ഒരു കളറാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഭയങ്കര ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഒരു ലുക്ക്. സോ ദിസ് ഇസ് ഡബിൾ ഷെയ്ഡ്, ബനാറസി സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദെൻ വി ഹാവ് ഒരു റാണി പിങ്ക് ഷെയ്ഡാണ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഫുൾ ലുക്ക്. ആൻഡ് ഇതിലും ഗോൾഡൻ ഷെയ്ഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. മുന്നേ തന്നെ അത് ഒരു ബോർഡർ നമുക്ക് അറിയാൻ പറ്റുന്ന വേറെ സിംഗിൾ ഷെയ്ഡിലാണ് വന്നത്. ഇതാകുമ്പോഴത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫുൾ സാരിയിൽ ഒരു ടോൺ വന്നിരിക്കുന്ന കാരണം ഭയങ്കര രസമായിട്ട് ഒരു ബോർഡർ ആയിട്ട് അവിടെ നമുക്കതിനകത്ത് കാണാൻ പറ്റത്തില്ല. നല്ല ഗ്രാൻഡായിട്ടുള്ള ലുക്കാണ്. സ്കേർട്ട്സൊക്കെ സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും ഭംഗിയാണ് കേട്ടോ. ഇത് സെറി പാറ്റേൺ ആക്ച്വലി ഗിവ്സ് യു എ ഗുഡ് ഷൈൻ ഓൾസോ ഇൻ ദിസ് സാരി. ഭയങ്കര ഭംഗിയുണ്ട് കാണാനായിട്ട്. നെക്സ്റ്റ് ആൻഡ് ഇതൊരു ബഗൽപൂരി ലിനൻ്റെ ആ ഒരു ഇതിലാണ് അതിൻ്റെ ബേസ് ആക്ച്വലി വന്നിരിക്കുന്നത്. പക്ഷേ ഒരു ചന്തേരി പോലത്തെയുള്ള ഒരു ലൈറ്റ് വീവിങ് സ്റ്റൈലാണ്. ആൻഡ് ദെൻ വി ഹാവ് വയലറ്റ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതെല്ലാം SA165 തന്നെയാണ് വന്നിരിക്കുന്നത്. അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന സാരീസുമാണ് കേട്ടോ ഇതൊക്കെ. ദിസ് ഇസ് ദി ഹോൾ ലുക്ക്. ഇതാണ് എൻ്റെ ഫുൾ. ഇത് എൻഡ് വരേക്കും സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. സെയിം ഫുൾ സാരിയിൽ അങ്ങനെ തന്നെയാണ് വരുന്നത്. ആൻഡ് ഇത് നമുക്ക് വിത്തൗട്ട് ബ്ലൗസ് വന്നിരിക്കുന്ന ഒരു കളക്ഷനാണ് കേട്ടോ. ആൻഡ് നമുക്കിപ്പോൾ ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഓർ എനിക്ക് തോന്നുന്നു ബെറ്റർ നമ്മളൊരു കോൺട്രാസ്റ്റ് ഷെയ്ഡിൽ പോകുന്നത്. ഇത് ആക്ച്വലി വയലറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പേർപ്പിളും നേവിയുടെ ആയിട്ടുള്ളൊരു ഡബിൾ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ട് ഡബിൾ ഷെയ്ഡ് മുന്നേ മറൂണായിരുന്നു നേവിയുടെ കൂടെ. ഇത് പേർപ്പിളാണ് വന്നിരിക്കുന്നത്. അഫോർഡബിൾ റേഞ്ചിൽ വന്നിരിക്കുന്ന ബനാറസി ഫുൾ ബ്രൊക്കേറ്റ് പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സാരിയുടെ കളക്ഷൻ. ചെക്ക് ഇറ്റ് ഔട്ട്.